അല്ലെങ്കിൽ നട്ടാപ്പൊരു വെയിലത്ത് റോഡിലിറങ്ങി കളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ അത് മാത്രമേ ചെയ്യുള്ളൂ. വല്ല പ്രകാരം രണ്ടിനും പെറുക്കി കുട്ടി ലോകത്തില്ലാത്ത എല്ലാ നുണക്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അനിയൻ രണ്ട് മീനുമായിട്ട് അങ്ങോട്ട് വന്നത്. വീട്ടിലുള്ള ഏറ്റവും വലിയ ബക്കറ്റിലാണ് മീൻ എടുത്തത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പിള്ളേരെ കയ്യും കാലും ഒക്കെ ഇട്ട് ഇളക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ട് മീനും ചത്തിട്ടുണ്ടായിരുന്നില്ല, രണ്ടുപേർക്കും നല്ല ജീവൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് മനസ്സിലാക്കി ഞാൻ രണ്ടുപേരിനെയും പറഞ്ഞു മയക്കി ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചു പോയ നിമിഷമായിരുന്നത്. കാരണം രണ്ടുപേരും കയ്യും കാലും ഒതുങ്ങി ഇരിക്കണേ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഭയങ്കര കുറുമാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്റെ ആപ്പിൾ ഷേക്ക് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് ഒരു മിനിറ്റ് ഞാൻ വിചാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറുമ്പ് കാണിക്കണമെങ്കിൽ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ, പരസ്പരം കാണാതിരിക്കില്ല. ഇതിന്റെ ഇടയിൽ കൂടെ എന്റെ ആപ്പിൾ കഷ്ണങ്ങളൊക്കെ ആർക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോകണ്ടായിരുന്നു. ഞാൻ മുറിച്ചിടുക, ഈ പിള്ളേരെ എടുത്ത് കളിക്കുക, ഇതായിരുന്നു അവന്റെ പരിപാടി. അതിന്റെ ഇടയിൽ അവന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് കുമ്പളങ്ങിലേക്ക് മാറിയതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഷേക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തു. അങ്ങനെ ഞാൻ ഷേക്ക് ഉണ്ടാക്കി. ഇല്ലെങ്കിൽ എന്റെ ഷേക്ക് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ കടന്നേനെ. ആദ്യത്തെ ക്ലാസ് ഞാൻ എന്റെ മകൻ തന്നെ കൊടുത്തു. കാരണം അവൻ എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു. ഈ ഷേക്ക് ഉണ്ടാക്കാൻ കാരണം തന്നെ അവനാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വേറൊന്നും ചേർത്തില്ല, പാലും ആപ്പിളും കുറച്ച് പഞ്ചസാരയും മാത്രം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഗൈസ്.